ക്രൈസി ഗാർഡനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കുറച്ച് ചെടികളെ കൂടി ഞാൻ കാണിക്കാൻ പോവാണ്. കുറച്ച് പൂവുള്ളതും കുറച്ച് ഇലച്ചെടികളുമാണ്. അപ്പോൾ അതൊന്ന് കാണാൻ പോവാം അല്ലേ. വളരെ വളരെ ഭംഗിയുള്ള ഒരു മിലിറ്ററി അഗ്ലോണിമ എന്നൊക്കെയാണ് ഞാനിത് വാങ്ങിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. അത് തന്നെയാണെന്ന് അറിയില്ലാത്തത് കൊണ്ട് നിങ്ങൾക്കറിയാമെങ്കിൽ ഒരു കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള ലീഫാണ്. ഒരുപാട് വെയിൽ വേണ്ടാത്ത ലീഫിന് വളരെ വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൈകളൊക്കെ അത്യാവശ്യം വേഗത്തിൽ തന്നെ വരും. അത്യാവശ്യം ഹൈറ്റും വെക്കുന്ന ഒരു ചെടിയാണിത്. നല്ല ഭംഗിയുള്ള ഈ ചെടിക്ക് ഡിമാൻഡ് ഏറെയുമാണ്. ഇപ്പോൾ ഇത് 2 പോട്ടിലാണ് എൻ്റെ കയ്യിലുള്ളത്. അതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഈ ചെടി നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടോ? അതിമനോഹരമായ ലീഫുകളുള്ള ഈ ചെടിക്ക് ഡിമാൻഡ് ഏറെയാണ് കേട്ടോ. നല്ല വെയിൽ കിട്ടുമ്പോൾ നല്ല യെല്ലോയും അതുപോലെ തന്നെ പച്ചയും കൂടി ഇടകലർന്നൊരു നിറമാണ് ഇതിന് വരുന്നത്. വെയിൽ കൂടുന്തോറും ഇതിൻ്റെ ഭംഗിയും കൂടിക്കൊണ്ടിരിക്കും. അത്യാവശ്യം നല്ല വെയിലത്ത് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. വളരെ വളരെ നീളമുള്ള ലീഫാണ് ഇതിൻ്റേത്. അതുപോലെ തന്നെ വെള്ളത്തെ വളരെ ഇഷ്ടപ്പെടുന്ന ഇവയ്ക്ക് വെയിലിനെയും അധികം ഇഷ്ടമാണ്. എന്തായാലും എൻ്റെ കയ്യിൽ ഒരുപാട് പോട്ടുകളിൽ ഞാനിത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഈ ചെടി എല്ലാവർക്കും ഇഷ്ടമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ഇതൊന്ന് നോക്കിക്കേ, നല്ല രസമല്ലേ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. നല്ല വെയിൽ വേണ്ടായെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഞാനൊരു മാവിൻ്റെ ചുവട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നിപ്പോൾ ഒരു കുട്ടി തയ്യ കൂടി വന്നിട്ടുണ്ട്. ലീഫ് കാണാൻ അതിമനോഹരമാണ്. അതുപോലെ കട്ടി കുറഞ്ഞ ഇലകളാണ് കേട്ടോ ഇതിൻ്റേത്. നല്ല രസമുള്ള ഈ ചെടിക്കും അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട്. ഇവിടെ വരുന്നവരൊക്കെ അയ്യോ ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഒരുപാടൊന്നും എൻ്റെ കയ്യിലില്ല. ഒരു വലിയ പോട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടി മാത്രമാണ് ഉള്ളത്. നല്ല ഭംഗിയുണ്ടല്ലേ ഇല കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ കലാത്തിയെ നോക്കിക്കേ, ഞാൻ ഇതിന് മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ചെറിയ ലീഫാണ്, നാരോ ലീഫായിട്ടുള്ള ഒരു കലാത്തിയാണിത്. അധികം വെയിൽ വേണ്ട കേട്ടോ. ഈ കലാത്തികൾക്കൊരു പ്രശ്നമുണ്ട്, വെയിൽ അധികമായി കഴിഞ്ഞാൽ അവയുടെ ഇല അങ്ങ് പൊള്ളിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അധികം വെയിൽ വേണ്ടാത്ത, അധികം വെള്ളം കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്നതാണ് ഉത്തമം. നല്ല ഭംഗിയുള്ള ഈ കലാത്തികളുടെ തൈകൾക്ക് തന്നെ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ ഒരു ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. അതുപോലെ തന്നെ നോക്കിക്കേ, ആ ഒരു കുട്ടി ലീഫിൻ്റെ തന്നെ വലിയ ലീഫ് നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ അടിവശത്തായിട്ട്, ഇലയുടെ അടിവശത്ത് ഒരു വയലറ്റ് നിറമാണുള്ളത്, പുറമേ പച്ച നിറവും. അപ്പോൾ കുട്ടി ലീഫിൻ്റെ തന്നെ കുറച്ച് വലിയ ലീഫാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അധികം വെയിലത്തല്ല വെച്ചിരിക്കുന്നത്, ഒരു ഷെയ്ഡിൽ തന്നെയാണ്. വെയിലത്ത് വെച്ചാൽ വളരെയധികം കഷ്ടപ്പാട് തോന്നിപ്പിക്കുന്ന ഒരു ചെടിയാണ്. കാരണം അവയുടെ ഇലകളൊക്കെ അങ്ങ് ചുരുണ്ട് പോയിട്ട് അത് പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നോക്കേണ്ട ഒരു ചെടിയാണ്. നല്ല വിശാലമായിട്ട് പടർന്ന് പന്തലിച്ചാണ് ഇവ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ല ഭംഗിയുള്ള ഈ ചെടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ നമ്മുടെ റോസുകൾ, നാടൻ റോസുകൾ നമുക്ക് ധൈര്യമായിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ്. ഇതിപ്പോൾ ഒരു 10-20 ചട്ടി നിറച്ച് ഇങ്ങനെ കുറച്ച് ചെറിയ കമ്പുകളെ വെച്ചിട്ട് കുഞ്ഞു പോട്ടുകളിലായിട്ടാണ് ഇവ ഞാൻ നട്ടിരിക്കുന്നത്. അതിനകത്തെല്ലാം തന്നെ പൂക്കൾ വന്നു തുടങ്ങി. അപ്പോൾ ഇവിടെ വരുന്നവർക്കെല്ലാം തന്നെ ഈ ചെടി വേണം. അതുകൊണ്ട് ഞാൻ ഇത്രയും പോട്ടുകളിൽ ഞാനത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് സിങ്കോണിയാണ് ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല വെള്ളയും പച്ചയും കൂടി ഇടകലർന്ന ലീഫുള്ള സിങ്കോണിയങ്ങളുണ്ട്. അതുപോലെ നാരോ ലീഫുള്ള സിങ്കോണിയുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള സിങ്കോണിയങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പച്ചയും പിങ്കും കലർന്ന ഒരു സിങ്കോണിയുണ്ട്. പിന്നെ നല്ല പിങ്ക് തന്നെയായിട്ടുള്ള സിങ്കോണിയുണ്ട്. ഈ നാരോ ലീഫ് സിങ്കോണിയം തന്നെ എന്തൊരു ഭംഗിയെന്നറിയാം കാണാനായിട്ട്. ഒരു പ്രത്യേക രസമാണ് അവയെ കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു സിങ്കോണിയം കൂടി നമുക്കിതിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പം നല്ല ഭംഗിയുള്ള ഈ ഒരു സിങ്കോണിയം നമുക്ക് അത്യാവശ്യം വെയിലത്ത് തന്നെ വെക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഒരു നാടൻ ചെമ്പരത്തി, ഒരു പ്രദേശം തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണെന്ന് പറയാം. നല്ല വലിയ പൂവാണ്. നമ്മുടെ ചട്ടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. കാരണം ഈ വെയിലത്ത് കുറച്ച് നിൽക്കുമ്പോഴാണ് ഇവയുടെ നിറം കൂടുന്നതും പൂക്കൾ ധാരാളം ഉണ്ടാകുന്നതും. അതുകൊണ്ട് നമ്മൾ നിലത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ മുറ്റത്ത്. അതുകൊണ്ട് ഇതെല്ലാം ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. കുറേ ഹൈബ്രിഡുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോഴുള്ള ഈ സാധാരണ ആണ് എൻ്റെ കയ്യിലുള്ളത്.
ഇതൊരു നാടൻ ചെമ്പരത്തിയാണ്. ഈ ചെമ്പരത്തിയുടെ പൂക്കൾ താഴേക്കാണ് കിടക്കുന്നത്. എപ്പോഴും ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചെമ്പരത്തിയാണിത്. നിറച്ച് ഭംഗിയുള്ള ഞങ്ങളുടെ വീടിൻ്റെ ഒരു എൻട്രൻസിൽ തന്നെയാണ് ഈ ചെമ്പരത്തി നിൽക്കുന്നത്. ഒരു പ്രദേശം നിറഞ്ഞു നിൽക്കുന്ന ചെമ്പരത്തിയാണിത്. നല്ല ഭംഗിയുള്ള ഈ ചെമ്പരത്തിപ്പൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ ഈ ഒരു പിങ്ക് നോക്കിക്കേ, കഴിഞ്ഞ ദിവസം നല്ല വലിയൊരു പൂ ഉണ്ടായിരുന്നു. അല്പം കോട്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നൊരു പൂവാണ് ഉള്ളത്. എങ്കിൽ പോലും ഈ ഒരു നിറം വളരെ രസമാണ്. ഇത് നോക്കിക്കേ, ഡ്രോപ്പ് ടങ്കിൻ്റെ അതിമനോഹരമായ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സായിട്ട്. അധികം വെയിൽ വേണ്ടാത്ത സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ നല്ല പച്ചപ്പ് കൂടി വരുന്ന ഒരു ചെടിയാണ് ഡ്രോപ്പ് ടങ്ക്. വളരെ ഭംഗിയുള്ള ഈ ചെടിക്ക് ഡിമാൻഡും ഏറെയാണ്. നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള ഇത്തരം ചെടികളെയൊക്കെ കാണിക്കുമ്പോൾ തന്നെ എന്താ ഒരു സന്തോഷം എന്നറിയാവോ? കാരണം നമ്മളുടെ മുറ്റത്ത് നമ്മൾ വളർത്തുന്ന ഈ ചെടികളാണ് നമ്മൾക്ക് ഒരു വലിയൊരു പോസിറ്റീവ് എനർജി തരുന്നത്. രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ, ഇവയെ നനയ്ക്കുമ്പോഴൊക്കെ എന്തോ ഒരു സന്തോഷമാണ് നമ്മൾ അനുഭവിക്കണേന്നറിയാവോ? അപ്പോൾ നിങ്ങൾക്കും ആ ഒരു പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചെടികളെ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒരു ലൈക്കും ഷെയറും ഒക്കെ തന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.